ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നും മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ അടുത്ത ഭാഗം നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് നമ്മുടെ ഗൗതമിനെ കാണാത്തൊരു എപ്പിസോഡാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ശിവാനി ഭയങ്കര ഹാപ്പിയാണല്ലോ. ശിവാനി വീട്ടിൽ പോയിട്ട് ഭയങ്കര ആഘോഷവും സദ്യയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ശിവാനിക്കൊരു സംശയം, ഇനിയിപ്പോൾ എല്ലാവരും കൂടി അവരവരുടെ വഴിക്കൊക്കെ തിരഞ്ഞ് പോയിട്ടുണ്ട്, ഇനിയിപ്പോൾ എങ്ങാനും ഗൗതം തിരിച്ചു വരുമോ, ആരെങ്കിലും കണ്ട് തിരിച്ചു കൊണ്ടുവരുമോ? അത് പാടില്ല, ഒരിക്കലും ആർക്കും കിട്ടാൻ പാടില്ല. ആ നിധിയും തിരഞ്ഞു പോയിട്ടുണ്ട്, അവൾ ഒരിക്കലും അത് കണ്ടുപിടിക്കരുത്. അതിനിപ്പോൾ എന്താണൊരു വഴി എന്നും ആലോചിച്ചിട്ടിരുന്നിട്ട് പിന്നെ പെട്ടെന്ന് പോയിട്ട് ആരും കാണാതെ പോയി നിന്നിട്ട് നമ്മുടെ CKC അങ്കിളിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. CKC അങ്കിൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ശിവാനിയുടെ വിളി. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ ശിവാനി, ഹാപ്പി അല്ലേ, സുഖമല്ലേ എന്നൊക്കെ ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ സുഖവും ദുഃഖവും ഒക്കെ പങ്കളുടെ കയ്യിലാന്ന് പറയുന്നുണ്ട്. എന്ത് പറ്റി, എന്താ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കണ്ട കേട്ടോ. വീണ്ടും പ്രശ്നം ഉണ്ടായി ചോദിച്ചിട്ടുണ്ട്, പക്ഷേ അങ്കിളിന് ഇപ്പോൾ ഒരു ഗുഡ് ന്യൂസും ഉണ്ട്, ഒരു ബാഡ് ന്യൂസും ഉണ്ട് എന്ന് പറയുന്നത് കേട്ടോ. എന്താ പറയാം, ഗൗതം വീട് വിട്ടു പോയി എന്ന് പറയും. എന്ത്, ഗൗതം വീട് വിട്ടു പോയി, എന്താ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ വള്ളി പുള്ളി തെറ്റാതെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ശിവാനി വിളിച്ച് പറഞ്ഞതും ആശുപത്രിയിലായതും അവിടെ നിന്ന് ലെറ്റർ എഴുതി വെച്ചിട്ട് പോയതും അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത് കേട്ടപ്പോൾ CKCക്ക് ഭയങ്കര സന്തോഷമായി. അവൻ എന്താ പറയുക, അനാഥനാണെന്നോ? അപ്പോൾ അവൻ പാർവതിയുടെയും മറ്റേ ഗോപിനാഥൻ്റെ ഒന്നും മോനല്ലേ, ഏതോ അനാഥലത്തിൽ വളർന്ന അവനാണോ എന്നോട് ഇങ്ങനെയൊക്കെ അഹങ്കാര വർത്താനം കാണിച്ചിട്ട് എന്നോട് എതിരാളിയൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്? അവനെ കണ്ടിട്ട് ഇപ്പോൾ എന്തായാലും 4 വർത്താനം പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് 4 വർത്താനം എനിക്ക് മുഖത്ത് നോക്കി ചോദിക്കണം. പിന്നെ നിധി, അവൾ ഈ അനാഥനെ കെട്ടിയിട്ട്, അഡ്രസ്സില്ലാത്തവനെ കെട്ടിയിട്ട് കണ്ട അഹങ്കാരമൊക്കെ എന്നോട് കാണിച്ചത്, അതിന് അവളോടും 4 വർത്താനം പറയണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആങ്കിളെ, ഇതാങ്കളുടെ പക വീട്ടാൻ പറ്റിയ അവസരമാണ്, എന്തായാലും ഗൗതമിന് തിരിച്ചു വരാൻ പാടില്ല എന്ന് പറയും. അവനിന് തിരിച്ചു വന്ന് എനിക്കെന്താ, അവന് എന്താ അനാഥനല്ലേ, അവൻ ഇനി ഇങ്ങനെ അവിടുത്തെ ഈസ്റ്റമംഗലത്ത് ആരുമല്ലല്ലോ, ഇനി ഇങ്ങനെ അവൻ അവിടുത്തെ മൂത്തമകനായിട്ട് ബിസിനസ്സൊക്കെ നോക്കി നടത്തും, അവൻ എനിക്കൊരു എതിരാളിയേ അല്ല. അവിടെയാണ് അങ്കിളെ ബാഡ് ന്യൂസ് ഉള്ളത്. ഇവിടെ എല്ലാവരും അവനെ തേടി പോയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും തിരഞ്ഞു പിടിച്ച് കൊണ്ടുവരും, വന്നാലും കുഴപ്പമില്ലല്ലോ, അവനിപ്പോൾ സ്വത്തിലൊന്നും അവകാശമില്ലല്ലോ എന്ന് പറയണ്ടേട്ടാ. അതല്ല, ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ അവനോട് ഇഷ്ടം കൂടിയേക്കുക. ഇപ്പോൾ പ്രണവനായാലും അതെ, ഏട്ടൻ എന്ന് പറഞ്ഞിട്ട് മരിച്ചോട് നടക്കുകയാണ് പ്രണവ്. വസുന്ധരാൻ്റിക്ക് അതിലേറെ, വസുന്ധരാൻ്റിയെ ദേഷ്യം വന്നിട്ട് എന്നെ തല്ലിയടക്കം ചെയ്തു. ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ പെരുമാറിയതും ചെയ്തതൊക്കെ. പക്ഷേ എന്താ, ട്വിസ്റ്റായിപ്പോയി. ഞാൻ വിചാരിച്ച എൻ്റെ ഓപ്പോസിറ്റാണ് നടന്നത്. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരെങ്കിലും അവനെ കണ്ടുപിടിച്ച് കൊണ്ടുവരികയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പണ്ടത്തെ പോലെ തന്നെ അവൻ ഇവിടുത്തെ മൂത്ത മകനായിട്ട് അങ്ങോട്ട് വിലസും. അതപ്പോൾ അങ്കിളിനും ബുദ്ധിമുട്ടാവും, എനിക്കും ബുദ്ധിമുട്ടാവും. അങ്കിളിന് ബിസിനസ്സിൽ എതിരാളിയായിട്ട് വരും ചെയ്യും, എന്നെ ഞങ്ങളുടെ സ്വത്തിൻ്റെ ഭാഗം ചോദിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണേ, ഒരിക്കലും അവനെ കണ്ടുകിട്ടരുത്. നിധി ഒരിക്കലും അവനെ കണ്ടുപിടിക്കുകയേ ചെയ്യരുത്. അതിന് അങ്കിൾ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. അപ്പോൾ CKC പറഞ്ഞു, അത് ശരിയാ, ഈ തിരിച്ചു വന്നാൽ വീണ്ടും അവൻ എൻ്റെ എതിരാളിയായിട്ട് വരും. ഓക്കെ, നീ ഫോൺ വെച്ചോ, അവനെ ഒരിക്കലും നിധിക്ക് കിട്ടാൻ പോണില്ല, അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ CKC ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് എപ്പോഴത്തെയും പോലെ നമ്മുടെ നിധിയിൽ നിന്ന് പ്രാവണുണ്ട്, നിനക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പോകണില്ലേ നിൻ്റെ ഭർത്താവിനെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാവിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നിധിയാണെങ്കിലോ ഓരോരുത്തർക്ക് വിളിച്ചിട്ടും പറഞ്ഞിട്ടും ഇങ്ങനെ പോയിട്ട് നമ്മുടെ ഗൗതം ഉണ്ടാവും എന്ന പ്രതീക്ഷയുള്ള ആ സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടുണ്ട്. സത്യത്തിൽ ഗൗതം അവിടെ ഉണ്ട്, പക്ഷേ രണ്ടുപേരും തമ്മിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഓടി ചെന്നിട്ട് നിധി ഗൗതം സ്ഥിരമായിട്ട് ഇരിക്കാറുള്ള ആ സ്ഥലത്ത് ചെന്നിട്ട് ഓടി വന്ന് ഗൗതം എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. അപ്പോൾ നിധി അവിടെ കിടന്ന് പറയുന്നുണ്ട്, എന്തപ്പോൾ ചെയ്യുക, ഞാനിവിടെ ഉണ്ടാവും എന്നാണ് വിചാരിച്ചത്, എപ്പോഴും വന്നിരിക്കാറുള്ള സ്ഥലമാണല്ലോ ഗൗതം എന്ന് പറഞ്ഞിട്ട്, എൻ്റെ ദൈവമേ ഇവിടെയില്ലല്ലോ, എങ്ങനെ എത്രയും പെട്ടെന്ന് എൻ്റെ കണ്ണിലൊന്ന് കാണിച്ചു തരണേന്നും പറഞ്ഞിട്ട് നിധി പ്രാർത്ഥിച്ചിട്ട് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം ഒരു വഴിക്ക് പോവും, നിധി വേറൊരു വഴിക്ക് പോവും. അങ്ങനെ ഗൗതം പോയിട്ട് ഒരു തൂണിൻ്റെ മറവിൽ ഇങ്ങനെ ചാരി നിൽക്കുന്നുണ്ട്. അപ്പോൾ നിധി ചുറ്റിയടിച്ച് വന്നിട്ട് ആ തൂണിൻ്റെ ഇപ്പുറത്തെ സൈഡിലും നിൽക്കുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും പരസ്പരം ഒരു ശബ്ദം ഒന്നുമില്ലല്ലോ, ഒന്നും മിണ്ടണമില്ല. അപ്പോൾ രണ്ടുപേരും പരസ്പരം കണ്ടിട്ടുമില്ല. അങ്ങനെ വീണ്ടും ഗൗതം അവിടെ നിന്ന് പോയിട്ട് അമ്പലത്തിന് നടക്കിൽ നിന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ ആദ്യം വരുന്നത് എവിടെയാണ്, ഇവിടുന്ന് മാത്രമേ ഞാൻ എൻ്റെ എല്ലാ തീരുമാനവും എടുത്തിട്ടുള്ളൂ. അത് നിനക്കും അറിയാം, എനിക്കും അറിയാം. ഇപ്പോഴും ഞാൻ ജീവിതത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കണത്. ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും ഒരു സ്വപ്നം കണ്ട പോലെ എൻ്റെ ജീവിതം മാറി മറിഞ്ഞത്.
എൻ്റെ പാറു എൻ്റെ അമ്മയല്ല, അച്ഛനും സ്വന്തം അച്ഛനല്ല, പ്രണവും യാമിനിയും ഒന്നും സ്വന്തമല്ലാണ്ടായി. എന്തിനാ നീ എന്നോട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തത്? ആരോ ചെയ്ത തെറ്റിന് ഞാൻ എന്തിനാ അങ്ങനെ അനുഭവിക്കണത്? ഈ നടക്കിൽ വെച്ചിട്ട് ഞാൻ നിധീനെ കണ്ടപ്പോൾ വിചാരിച്ചത് അവളാണ് എൻ്റെ വിശ്വാസം നോക്കിയാണ്. പക്ഷെ അവളും എൻ്റെ വിശ്വാസം തെറ്റിച്ചു. ഞാനിനിയിപ്പോൾ ആരേനെയാണ് വിശ്വസിക്കേണ്ടത്? ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്തായാലും ഇനി എപ്പോഴത്തെയും പോലെയല്ല, നിധീനെ ഇനി എൻ്റെ കൺമുമ്പിൽ കാണിക്കുകയേ ചെയ്യരുത്. ഞാൻ എന്തായാലും പോവുകയാണെന്നും പറഞ്ഞിട്ട് ഗൗതം അവിടുന്ന് ഇറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് പൂജാരിയുടെ തൊട്ട് ബാക്കിലായിട്ട് എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ നിധി നിൽക്കുന്നുണ്ട്. പക്ഷെ നിധി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പുറത്തിന് നടുക്കിൽ പൂജാരിയുണ്ട്. അപ്പോൾ രണ്ടുപേരും വീണ്ടും പരസ്പരം കണ്ടിട്ടില്ല. അങ്ങനെ നമ്മുടെ ഗൗതം അവിടെ നിന്ന് ഇറങ്ങി ചെരുപ്പിട്ട് എവിടേക്കോ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നാലെ നിധി ഒന്നുകൂടി റൗണ്ട് അടിച്ച് കഴിഞ്ഞിട്ട് ഇനി കാണാനില്ലല്ലോ എന്നും പറഞ്ഞിട്ട് നിധിയും അവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു വഴിക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. പക്ഷേ പരസ്പരം വീണ്ടും കണ്ടിട്ടില്ല. അപ്പോൾ ഈ സമയം വീട്ടിലാണെങ്കിലോ അന്വേഷിച്ച എല്ലാവരും വീട്ടിൽ വീണ്ടും ഒത്തുകൂടിയിട്ടുണ്ട്. അച്ഛൻ തിരിച്ചു വന്നു, വസുന്ധരാൻ്റിയും തിരിച്ചു വന്നു. ആരും കണ്ടിട്ടില്ല. എല്ലാവരും ഫോണിൽ കൂടി വിളിക്കുന്നുണ്ട്. പലരെ അന്വേഷിക്കാനായിട്ട് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വസുവാൻ്റി പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഏത് വഴിക്കായാലും വേണ്ടില്ല, അവനെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അതുവരെ ഇത് പുറത്താരും അറിയാനും പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരും വരുന്നവർ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ശിവാനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ശിവാനി അവിടെ നിന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാറു പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പ്രണവും നിധി മാത്രമേ വരാനുള്ളൂല്ലോ, അവരാരെങ്കിലും ഗൗതമിനെ ഒന്ന് കൊണ്ടുവരണേ, അല്ലെങ്കിൽ കണ്ടു എന്നൊരു വാർത്തയെങ്കിലും കേൾക്കണേ, അതിനാണ് ഞാൻ കാത്തിരിക്കണത്. ഇത് പറഞ്ഞിട്ട് പാറു ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രണവ് ആരോടോ ഫോൺ ചെയ്തിട്ട് കയറി വരണത് കേട്ടോ. അപ്പോൾ അപ്പോഴും പറയണത് തന്നെയാണ്, ഏട്ടനെ കണ്ടിട്ടില്ല എന്നൊക്കെ സംസാരിച്ചിട്ടാണ് വരണത്. അപ്പോൾ പാറു ചോദിക്കുന്നുണ്ട്, എന്തായി പ്രണവ്, നീയും കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇല്ല അമ്മേ, പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ ഞാൻ പോയി അന്വേഷിച്ചു. ഫ്രണ്ട്സിൻ്റെ വീടായാലും ക്ലബ്ബായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. പക്ഷെ ആരും ഇന്ന് ഏട്ടനെ കണ്ടിട്ടുമില്ല, ഏട്ടൻ അവിടേക്ക് ചെന്നിട്ടുമില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞിട്ട് നിൽക്കണ്ട. അപ്പോൾ അതുകൊണ്ട് കേട്ടപ്പോൾ എനിക്ക് ഒന്നുകൂടി സന്തോഷമായി. പ്രണവും കണ്ടിട്ടില്ലല്ലോ. ഇനി നിധി മാത്രമേ വരാള്ളൂ. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മുടെ പാറു ഇരിക്കണത്. ഇനി നിധി കണ്ടുപിടിക്കുമോ, ഇനി അതല്ല അതിൻ്റെ ഇടയ്ക്ക് CKC വല്ല പണി ഒപ്പിക്കുമോ എന്നറിയില്ല. എന്തായാലും അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. ഓക്കെ, ബൈ.